നിങ്ങൾ ഒരാളെ പരിചയപ്പെടാനുണ്ട്. മീറ്റ് മിസ്റ്റർ ലാരി എല്ലിസൺ. മോനെ, ആരാണ് ഈ ഡീപ് സ്റ്റേറ്റ്, ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കില്ലേ? ഇതാ പറഞ്ഞുതരാം. ലാരി എല്ലിസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരു ജൂയിഷ് ബില്യണറാണ്, ഒരു പ്രൗഡ് സയനിസ്റ്റ് ആണ്. ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനീൻ്റെ ഫൗണ്ടർ കൂടെയാണ്. ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും പോകണ്ട, ഇക്കൊല്ലം ചെയ്ത കാര്യങ്ങൾ മാത്രം നോക്കാം. ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി CIAയിൽ വർക്ക് ചെയ്ത ആളാണ്. ഈ CIAൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ട്. ആ പ്രൊജക്റ്റിനെ പിടിച്ചിട്ട് തന്നെ ഒരു കമ്പനി പേരുണ്ടാക്കിയിട്ടാണ് ഇയാൾ സ്പ്ലിറ്റായിട്ട് ഒരു കമ്പനി ഫൗണ്ട് ചെയ്തത്. അപ്പോൾ ആഫ്റ്റർ ട്രംപ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം പുള്ളി ചെയ്ത കുറച്ച് ഡീലുകളുണ്ട്, ഒന്ന് നോക്കാം. ആദ്യം പുള്ളിയുടെ ഒരു മകനുണ്ട്, ഡേവിഡ് എല്ലിസ് എന്ന് പറഞ്ഞിട്ട്. സ്കൈ ഡാൻസ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഓണറാണ് പുള്ളി. അച്ഛനും മകനും കൂടെ ചേർന്നിട്ട് ഒരു കമ്പനി അങ്ങോട്ട് മേടിച്ചു. പാരമൗണ്ട് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഈ പാരമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് കമ്പനിയാണ്. അതിൻ്റെ അടിയിൽ കുറേ സംഭവമുണ്ട്. CBS ന്യൂസ്, കോമഡി സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, അങ്ങനെ ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. ഈ ഒരു മെർജർ നടക്കുമ്പോൾ തന്നെ ഈ CBS ന്യൂസിൽ സ്റ്റീഫൻ കോൾബർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നടത്തുന്ന ആളുടെ, പുള്ളി ട്രംപിന് എപ്പോഴും കുറ്റം പറയുന്ന ആളാണ്, അയാളെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, അയാളെ അങ്ങോട്ട് ഫയർ ചെയ്തു. അതേപോലെ സൗത്ത് പാർക്ക് എന്നുള്ള ഷോ നിങ്ങൾക്ക് അറിയായിരിക്കും, ട്രംപിനേക്ക് ഇട്ട് ഊക്കുന്ന ഒരു ഷോ ആണ്. അവർ വരുന്നത്, അവരുടെ പ്രൊഡ്യൂസ് ചെയ്തത്, ഒരു ഡീൽ സൈൻ ചെയ്തത് പാരമൗണ്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീമിംഗ് സർവീസാണ്. ഇനി എങ്ങനെ ഇവർ കുറ്റം പറയുന്നൊന്ന് നോക്കാലോ. ഈ അടുത്തത് ഏറ്റവും വലിയ സംഭവം, നെതന്യാഹുവിൻ്റെ പേടി സ്വപ്നം. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ആൻറ്റിസെമിറ്റിസവും ഇസ്രായേലിനെതിരായിട്ടുള്ള എല്ലാം ടിക്ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം എന്ത് ചെയ്ത്, ചൈനയിൽ നിന്ന് അവരുടെ അൽഗോരിതമൊക്കെ പാരന്റ് കമ്പനിയൊക്കെ മാറ്റി US എന്ന് പറഞ്ഞിട്ടുള്ള ടിക്ടോക്ക് ഒരു വേർഷൻ വരാൻ പോകുന്നു. ആ കമ്പനി, ആ ഒരു കൺസോർഷ്യത്തിൻ്റെ മെയിൻ ഷെയർ ഹോൾഡർ ആരുടെയാണ്? ഒറാക്കിളിൻ്റെയാണ്. ഫ്രീ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മീഡിയ കമ്പനിയുണ്ട്, ബാരി വൈസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ, അതും മേടിച്ചു. ഒരു $100 മില്യൺ കൊടുത്തിട്ട് അതും മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് AI നടത്തുന്നത്. ഓപ്പൺ AIയും ഒറാക്കിളും കൂടെ ഒരു $300 ബില്യൺ ഒരു ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2025 രണ്ട് മീഡിയ കമ്പനി, ഒരു ടിക്ടോക്ക്, പിന്നെ നമ്മുടെ AIയിൽ ഒരു ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇത് കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കും, കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കാരണം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഈ വാർണർ ബ്രോസ് ഇപ്പോൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ബിഡ് ചെയ്യുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ബിഡ് ചെയ്യുന്നുണ്ട്, ആപ്പിൾ TV ബിഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ബിഡ് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറയാണ്, ഈ വാർണർ ബ്രോസ് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പാരമൗണ്ട് സ്കൈ ഡാൻസിന് വിൽക്കണം, അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പാരമൗണ്ട് സ്കൈ ഡാൻസിൻ്റെ ആൾക്കാർ? അച്ഛനും മകനും, ലാരി എല്ലിസണും ഡേവിഡ് എല്ലിസണും. എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ പുള്ളി ഓപ്പണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഓപ്പണായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിൽ കൂടെ ഈ അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെ പുള്ളി ചെയ്യുന്നുണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇതല്ല ഡീപ് സ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഡീപ് സ്റ്റേറ്റ്?